ഇനി കുറച്ച് എൻ്റെ ഹണിമൂൺ വിശേഷങ്ങൾ കേൾക്കാട്ടോ. ഞങ്ങൾ ഹണിമൂണ് പോയത് ഗോവയ്ക്കായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ ചേച്ചിയും ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ ചെന്നത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ക്ലിപ്സ് ആട്ടോ. ഫസ്റ്റ് ഡേയിലെ വീഡിയോ ക്ലിപ്സ് ഒന്നും എൻ്റെ ഇല്ലായിരുന്നു. നമ്മൾ നേരെ ചെന്ന് റൂമൊക്കെ എടുത്ത് ഒരു മ്യൂസിയവും കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കണ്ടതിന് ശേഷം ഇത് സെക്കൻഡ് ഡേ ഉള്ള ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ നേരെ പോയത് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ 6 months ആവാറായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴാട്ടോ ഈ വീഡിയോ ഒക്കെ കാണുന്നത് തന്നെ. ഇതൊക്കെ ചുമ്മാ ഓരോ റാൻഡംലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോസാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തിരുന്നത്. ഗോവയിൽ മെയിനായിട്ടുള്ളതും ബീച്ചസ് ആണല്ലോ. നമ്മൾ ഒരുപാട് ബീച്ചസിലൊക്കെ കറങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ഫോർട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അടിപൊളി സ്ഥലമായിരുന്നു. ഭയങ്കര കാറ്റ്, പീസ്ഫുൾ ആയിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിൽ എനിക്ക് ആകെ ടയേർഡായിട്ട് തോന്നിയൊരു കാര്യം, ഞങ്ങൾ ഡെയിലി 40-45 കിലോമീറ്റേഴ്സോളം യാത്ര ചെയ്യേണ്ടി വന്നു കേട്ടോ. അതൊഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളി ട്രാവലായിരുന്നു. എന്താ പറയുക, ലൈഫിൽ ഇത് ചേർത്ത് വെക്കാൻ ഹണിമൂൺ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മറക്കാത്തൊരു ഇൻസിഡൻ്റ് ആണല്ലോ. അതെന്തായാലും ഇത് ഡയറിയിൽ എഴുതി വെക്കാൻ പറ്റിയൊരു മൊമെൻ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇനിയും ബാക്കി 3 ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു പാലം ഉണ്ടല്ലോ, ഇത് ഒരിക്കലും ഞങ്ങൾ മറക്കത്തില്ല കേട്ടോ. കാരണം ഒരു ദിവസം ഒരു 3-4 വട്ടമെങ്കിലും ഞങ്ങൾ അതുവഴി പോയിട്ടുണ്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.